എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 8ാമത്തെ സർഗത്തിലെ 27, 28, 29 എന്നീ ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. അനുഷ്ടുപ്പ് വൃത്തത്തിലുള്ള ശ്ലോകങ്ങളാണ്. ഇവിടെ നാരദൻ കംസനോട് താൻ അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണത്. എന്താണ് പറയണത്? കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഭഗവാൻ ജനിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അമ്പാടിയിൽ ജനിച്ച നന്ദകന്യകയുമായിട്ട് ഒരു വച്ചുമാറ്റമൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ബാക്കി പറയാൻ പോവുകയാണ്. 27ാമത്തെ ശ്ലോകം നോക്കൂ. സാഗച്ഛത്സു മനോലോകം തദാനീം തവ പശ്യത സതു ഗോപസുതോ ഭൂത്വാ ഘോഷേ ഗൂഢമവർദ്ധത. ആദ്യം പദച്ഛേദം പറയാം. സ അഗച്ഛത് സുമനോലോകം തദാനീം തവ പശ്യത സ തു ഗോപസുത ഭൂത്വാ ഘോഷേ ഗൂഢം അവർദ്ധത. വളരെ വ്യക്തമായിട്ട് ഒരു വ്യംഗ്യവും ഇല്ലാതെ വാച്യമായിട്ടുള്ള കാര്യങ്ങൾ പറയലാണ്. വളരെ ലളിതമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട്. ആദ്യത്തെ വരിയിൽ ദേവി മഹാമായയുടെ കാര്യം പറഞ്ഞു. 2ാമത്തെ വരിയിൽ സഹോദരനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കാര്യവും പറയുകയാണ് ചെയ്യണത്. തദാനീം പശ്യതസ്തവ. തദാനീം അപ്പോൾ, ഹേ കംസ, അങ്ങ് പറഞ്ഞുല്ലോ, നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബാലിക അതിനെ പാറയിൽ അടിച്ചിട്ട് വധിക്കാനാണ് നോക്കിയത്. പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്ന് വഴുക്കി മുകളിലേക്ക് പോയി കുറേ കാര്യങ്ങൾ പറഞ്ഞു. നിന്റെ അന്തകൻ ജനിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു എന്ന് കംസൻ നാരദനോട് പറയുണ്ടായല്ലോ. അതിനുശേഷം എവിടേക്കോ പോയി എന്നാണല്ലോ പറഞ്ഞത്. എന്താണ് ഉണ്ടായത് എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് കംസന് നാരദൻ. പശ്യതസ്തവ, നീ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ, ശരിക്കും ത്വയി പശ്യതി സതി എന്നാണ് പറയേണ്ടത് എങ്കിൽ ഇവിടെ ഷഷ്ഠിയാണ് പറഞ്ഞിരിക്കുന്നത്. അനാദരേ ഷഷ്ഠി, അനാദരവാണ്. അതായത് കൊല്ലാനല്ലേ പുറപ്പെട്ടത്. ആ സമയത്ത് ദേവിയെ നോക്കി നിൽക്കുകയാണ് ഉണ്ടായത്. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ തവ പശ്യത, നീ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ, അർത്ഥം പറയേണ്ടത് സതിസപ്തമിയുടെ, പ്രയോഗം നടത്തേണ്ടത് ഷഷ്ഠിയിൽ. അതാണ് സതിസപ്തമിയും അനാദരേ ഷഷ്ഠിയും തമ്മിലുള്ളതായ ഒരു ബന്ധം. ആദരവില്ലായ്മ, ദേവിയെ ആക്രമിക്കാൻ പുറപ്പെട്ടു എന്നുള്ളതിൻ്റെ ആദരവില്ലായ്മയാണ് അവിടെ ഷഷ്ഠി വിഭക്തി കൊണ്ട് സൂചിപ്പിച്ചത്. അങ്ങനെ കംസ, നീ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ സാ ദേവി, ആ മഹാമായ, സുമനോലോകം അഗച്ഛത്. സുമനാഹ എന്ന് പറഞ്ഞാൽ ദേവന്മാരാണ്. ദേവന്മാരുടെ ലോകം, സ്വർഗലോകത്തേക്കാണ് പോയത്. സുമനോലോകം അഗച്ഛത്, സുമനോലോകത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത് ദേവി. എന്നിട്ട് ജനിച്ചു. ഈ ദേവകി വസുദേവന്മാർക്ക് ജനിച്ച, അല്ലെങ്കിൽ അന്തകനായിട്ട് ജനിച്ചിരിക്കുന്നവനായ ആ ഭഗവാൻ മഹാവിഷ്ണു ഇപ്പോൾ എവിടെയുണ്ടെന്ന് കംസൻ പറഞ്ഞു കൊടുക്കുകയാണ്. സതു, ആ മഹാവിഷ്ണുവാകട്ടെ, സഹോദരനാകട്ടെ, ഗോപസുത ഭൂത്വ, ഗോപസുതോ ഭൂത്വ, ഒരു ഗോപബാലകനായിട്ട്, അതായത് യഥാർത്ഥത്തിലുള്ള ഗോപബാലകനല്ല, അതറിയുന്നവരും വളരെ ചുരുക്കമാണ്, പക്ഷേ താൽക്കാലികമായിട്ടൊരു ഗോപസുതനായിട്ട് അങ്ങനെ ഘോഷേ ഗൂഢമവർദ്ധത, ഘോഷത്തിൽ, ഘോഷം എന്ന് പറഞ്ഞാൽ അമ്പാടിയാണ്, അമ്പാടിയിൽ ആരും അറിയാതെ താമസിക്കുന്നുണ്ട്. അപ്പോൾ കംസനോട് നാരദൻ എല്ലാ കാര്യവും തുറന്നു പറയാണ്. കയ്യിൽ വന്നിട്ട് പാറയിലടിച്ച് വധിക്കാൻ നോക്കിയത് മഹാമായ ദേവിയായിരുന്നു. ദേവി സ്വർഗത്തിലേക്ക് പോയി. ഇവർ തമ്മിലാണല്ലോ വച്ചുമാറ്റുണ്ടായത്, ശ്രീകൃഷ്ണനും അതുപോലെ ഈ മഹാമായയും കൂടിയിട്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ എന്ന് പേരായിട്ടില്ല, ഭഗവാൻ മഹാവിഷ്ണു ഇപ്പോൾ ഘോഷത്തിൽ ആരും അറിയാതെ, ഗൂഢമായിട്ട് മറ്റൊരാൾക്കും അറിയാത്ത വിധത്തിൽ അമ്പാടിയിൽ താമസിക്കുന്നുണ്ട്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്നാണ് കംസനോട് നാരദൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താ പറയണത് എന്ന് നോക്കാം. മായയാ വിശ്വമോഹിന്യാ തസ്യ ദാനവവൈരിണ ഇയം ബഹൂനി വർഷാണി കഥാ ഭുവി ന പപ്രഥേ. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. മായയാ വിശ്വമോഹിന്യാ തസ്യ ദാനവവൈരിണ ഇയം ബഹൂനി വർഷാണി കഥാ ഭുവി ന പപ്രഥേ. ഒരൊറ്റ പദച്ഛേദം ചെയ്യാനില്ല, പദങ്ങൾ ഏതാണെന്ന് നോക്കുകയാണ് ചെയ്തത്. ഭഗവാന്റെ മായയെ പറ്റിയിട്ടാണ് പറയണത്. ഭഗവാന്റെ അനീതിയാണ് മായ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാനെ സഹായിക്കുമല്ലോ. ആ മായാദേവി ഭഗവാനെ സഹായിച്ചുകൊണ്ട്, അതുകൊണ്ട് ഭഗവാൻ മായ കൊണ്ടാണ് കളിക്കുന്നത്. അതാണ് ഇവിടെ പറയണത്. തസ്യ ദാനവവൈരിണ വിശ്വമോഹിന്യാ മായയാ,
ആ ദാനവവൈരിയായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ലോകത്തെ മുഴുവനും മോഹിപ്പിക്കുന്നതായ മായ കൊണ്ട് ഭഗവാൻ മായാപ്രയോഗം നടത്തിയിരിക്കുകയാണല്ലോ ഇപ്പോൾ. അതായത് അമ്പാടിയിൽ താമസിക്കുന്നുണ്ട് എന്നുള്ളത് ആരും അറിഞ്ഞിട്ടില്ല. അതാണ് പറയണത്. ഭഗവാനോടൊപ്പം ജനിച്ചവളായതുകൊണ്ട് മായാദേവി തൻ്റെ സഹോദരനെ സഹായിക്കുകയാണ് ചെയ്തത്. മായ ഇങ്ങനെ എടുത്ത് കളിക്കുകയാണ് ഭഗവാൻ. അതുകൊണ്ട് അതാണ് ദാനവവൈരിയായിട്ടുള്ള ആ മഹാവിഷ്ണുവിൻ്റെ വിശ്വമോഹിനിയായിട്ടുള്ള മായയുടെ പ്രയോഗം കാരണം ഇയം കഥ ബഹൂനി വർഷാണി ഭുവി ന പപ്രഥേ. ഇയം കഥ, ഈ കഥയുണ്ടല്ലോ, ഈ കഥ എന്ന് പറഞ്ഞാൽ അമ്പാടിയിലുള്ള ദേവിയും മധുരാപുരിയിൽ ജനിച്ച ശ്രീകൃഷ്ണനും അല്ലെങ്കിൽ പരബ്രഹ്മ സ്വരൂപിയായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണുവും അങ്ങടും ഇങ്ങടും മാറി എന്നുള്ളതും വ്രജത്തിൽ ഒരു ഗോപബാലകനായിട്ടാണ് ഭഗവാൻ മഹാവിഷ്ണു വസിക്കുന്നത് എന്നുള്ളതുമായിട്ടുള്ള കഥ ഇതുവരെ ആരും അറിഞ്ഞില്ല. വളരെ സ്വകാര്യമായിട്ടാണ് വച്ചിരുന്നത്. ആ മായ ഈ കാര്യങ്ങളിലൊക്കെ ഭഗവാൻ ചെയ്തിരുന്നു, മറ്റുള്ളവരൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതെന്തുകൊണ്ടാണ് ഇത്ര രഹസ്യമാക്കി വച്ചതെന്നുണ്ടെങ്കിൽ ഭഗവാൻ വളരെ ബാലകനായിട്ടാണ് വസിക്കുന്നത്. എന്നിട്ടും ആ ബാലകനെ വധിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് വരുന്നുണ്ടായി. എന്നാൽ കംസൻ്റെ ശ്രദ്ധയിൽ പെടണ്ട, ഇവിടെയാണുള്ളത്, അതായത് അമ്പാടിയിലാണ് വസിക്കുന്നത് മഹാവിഷ്ണു എന്നറിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ വന്നിട്ട് ആക്രമണങ്ങൾ കൂടുതലുണ്ടാവും. അതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഭഗവാൻ ഇല്ലാതെയാക്കും എന്നാണെങ്കിൽ പോലും അതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഇത് വളരെ ഗൂഢമായിട്ട് വച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അമ്മമാർക്ക് പോലും ശരിക്കും അറിയില്ല. അമ്മമാർക്ക് നല്ല ദേവകിക്ക് അറിയാം, ദേവകി കാണുകയും ചെയ്തു. പക്ഷേ യശോദയ്ക്ക് അറിയില്ല. ഉണ്ണിക്കണ്ണൻ തൻ്റെ പുത്രനാണ് എന്ന് തന്നെയാണ് യശോദ വിചാരിച്ചിരിക്കുന്നത്. ഒരു മകൾക്കല്ല ജന്മം കൊടുത്തത്, മകൾക്ക് ജന്മം കൊടുത്തു എന്ന് ഒരിക്കലും യശോദ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഇതാരും അറിയാതെ കുറേ കാലമായിട്ട് ആരെയും അറിയിക്കാതെ വച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് കുറേശ്ശെ അത് പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. ആ വാർത്തകളൊക്കെ മറ്റുള്ളവരെ അറിയാൻ തുടങ്ങിയത്. ആ മായയുടെ പ്രയോഗം കൊണ്ടാണ് ആരും അത് അറിയാഞ്ഞത്. ന പപ്രഥേ, പപ്രഥേ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായില്ല, പ്രഥ ലഭിച്ചില്ല. പ്രഥ ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ ആരും അറിഞ്ഞില്ല. മഹാവിഷ്ണു അമ്പാടിയിൽ വളരുന്നുണ്ട് എന്നുള്ള കാര്യം പുറമേക്ക് പലരും അറിഞ്ഞിട്ടില്ല എന്നർത്ഥം. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയാണ്, ത്വയാ സംപ്രേഷിത വീരാസ്തന്നിഗ്രഹ ചികീർഷയ പ്രലംബ പ്രമുഖാ സർവേ നീതാസ്തേനയമക്ഷയം. ആദ്യം പദച്ഛേദം പറയാം. ത്വയാ സംപ്രേഷിതാ വീരാ തന്നിഗ്രഹ ചികീർഷയ പ്രലംബ പ്രമുഖാ സർവേ നീതാ തേന യമക്ഷയം. ദേവി ഇങ്ങനെ പറഞ്ഞു പോയതിന് ശേഷം ഈ ഭൂമുഖത്ത് എവിടെയെങ്കിലും ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെ മുഴുവനും വധിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ അസുരന്മാരെ, മന്ത്രിമാരെയൊക്കെ പറഞ്ഞയക്കേണ്ടായി കംസൻ. അത് ശ്രീകൃഷ്ണനെ വധിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. എവിടെയാണ് ശ്രീകൃഷ്ണൻ എന്നൊന്നും അറിഞ്ഞിട്ടല്ല. പക്ഷേ വധിക്കുമ്പോൾ കുട്ടികളെ വധിക്കണതിൻ്റെ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഒരു കുട്ടിയായിട്ട് കൃഷ്ണനും വധിക്കപ്പെടുമല്ലോ, മഹാവിഷ്ണുവും വധിക്കപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പ്രലംബൻ തുടങ്ങിയിട്ടുള്ള മഹാവീരന്മാരായിട്ടുള്ള രാക്ഷസന്മാരെ, മന്ത്രിപ്രമുഖന്മാരെ പറഞ്ഞയച്ചത്. അതാണ് ത്വയാ തന്നിഗ്രഹ ചികീർഷയ. ത്വയാ, ഇതൊക്കെ നാരദൻ പറയാണ്. ത്വയാ, നിന്നാൽ, തന്നിഗ്രഹം, ആ വിഷ്ണുവിനെ നിഗ്രഹിക്കുന്നതിന്, വധിക്കുന്നതിന് വേണ്ടിയിട്ട്, വധിക്കണമെന്നുള്ള മോഹത്തോടു കൂടിയിട്ട് സംപ്രേഷിത, പറഞ്ഞയക്കപ്പെട്ടവരായ, അങ്ങയാൽ പറഞ്ഞയക്കപ്പെട്ടവരായ പ്രലംബ പ്രമുഖ സർവേ വീരാഹ, പ്രലംബൻ തുടങ്ങിയിട്ടുള്ള പ്രമുഖന്മാരായിട്ടുള്ള ദാനവന്മാർ, വീരന്മാരായിട്ടുള്ള ദാനവന്മാർ, കംസൻ പറഞ്ഞയച്ച വീരന്മാരെ, കംസൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. അതിനനുസരിച്ച് കംസന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്ന വീരന്മാരായിട്ടുള്ള അതിപ്രഗത്ഭന്മാരായിട്ടുള്ള മന്ത്രിമാർ, പ്രലംബൻ, ഭഗൻ, പൂതന തുടങ്ങിയിട്ടുള്ളവരൊക്കെ അതിൽ പെടും. പ്രലംബനെയാണ് ഒന്നാമതായിട്ട് എണ്ണിയിരിക്കുന്നത്. അത്ര കേമനായിരുന്നു എന്നാണ് പറയുന്നത്. അവരെയൊക്കെ തന്നെ പ്രലംബൻ തുടങ്ങിയ പ്രമുഖന്മാരായിട്ടുള്ള എല്ലാവരും തന്നെ സർവേ തേന യമക്ഷയം നീതാഹ, തേന വിഷ്ണുന, ആ വിഷ്ണുവിനാൽ യമക്ഷയത്തിലേക്ക് പറഞ്ഞയക്കപ്പെട്ടു. ക്ഷയം എന്നുള്ളതിന് വീട് എന്നർത്ഥമുണ്ട്, അല്ലെങ്കിൽ ലോകം എന്നർത്ഥമുണ്ട്. ഇവിടെ യമക്ഷയം എന്നുള്ളതിന് യമലോകം, അതായത് അവരെയൊക്കെ ഭഗവാൻ വധിച്ചു കളഞ്ഞു. അത് കംസൻ ചോദിക്കേണ്ടായി, ഞാൻ കുറേ പേരെ പറഞ്ഞയച്ചിരുന്നു, അവരെവിടേക്കാണ് പോയതെന്ന് പോലും അറിയില്ല എന്ന്. അപ്പോൾ എവിടേക്കാണ് പോയതെന്ന് അറിയിച്ചു കൊടുക്കുകയാണ് നാരദൻ ചെയ്തത്. ഇങ്ങനെയുള്ള കുട്ടികളെ വധിക്കാൻ, അതോടൊപ്പം ശ്രീകൃഷ്ണനെയും വധിക്കപ്പെടുമെന്ന് വിചാരിച്ച് പറഞ്ഞയച്ചവരായ എല്ലാ മന്ത്രിമാരും അവരെയൊക്കെ തന്നെ
കൃഷ്ണൻ വധിക്കുകയും ചെയ്തു. ഇനി അവരാരും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. അതുകൊണ്ട് നീ വേണ്ടതുപോലെയൊക്കെ നിനക്ക് നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്തോളൂ എന്നാണ് നാരദൻ കംസനെ ഉപദേശിക്കാൻ പോണത്. അത് അടുത്ത ശ്ലോകങ്ങളിലാണ് പറയണത്. നമുക്ക് ഈ 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. സാഗച്ഛത്സു മനോലോകം തദാനീം തവ പശ്യത സതു ഗോപസുതോ ഭൂത്വാ ഘോഷേ ഗൂഢമവർദ്ധത മായയാ വിശ്വമോഹിന്യാ തസ്യ ദാനവവൈരിണ ഇയം ബഹൂനി വർഷാണി കഥാ ഭുവി നപപ്രഥേ ത്വയാ സംപ്രേഷിതാ വീരാസ്തന്നിഗ്രഹചികീർഷയാ പ്രലംബ പ്രമുഖാ സർവേ നീതാസ്തേനയമക്ഷയം. അതായത് അങ്ങയുടെ ശക്തിയൊക്കെ കുറഞ്ഞു, ഈ സൈന്യങ്ങളെ പറഞ്ഞയച്ചു, മന്ത്രിമാരെയൊക്കെ പറഞ്ഞയച്ചു, അവരൊക്കെ മരിച്ചു, അവരെയൊക്കെ തന്നെ യമലോകത്തേക്ക് പറഞ്ഞയച്ചു ഭഗവാൻ. ഇനി നീ വേണ്ടതൊക്കെ ചെയ്തു, അതായത് നിന്റെ ഭാഗമൊക്കെ ക്ഷയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഉചിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാനാണ് നാരദൻ കംസനോട് പറയണത്. അതൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം. ഈ 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.